അനൗൺസ്മെന്റ് വിവാദത്തിൽ വരണാധികാരിക്ക് വിശദീകരണം നൽകിയ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയില്ലെന്നാണ് മറുപടി. പേരാമ്പ്ര UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ നൽകിയ പരാതിയിലാണ് വിശദീകരണം നൽകിയത്. പ്രസാദ് ഉറുമ്പശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ഉണ്ട്. പ്രസാദ്, ഈ അനൗൺസ്മെന്റ് വിവാദത്തിൽ രണ്ടുപേരും പരാതികൾ നൽകിയിരുന്നു. LDFും UDFും പരാതികൾ നൽകിയിരുന്നു. ഇതിലിപ്പോൾ ഒരു സ്ഥാനാർത്ഥി വിശദീകരണം നൽകിയിട്ടുണ്ട്. ഫാത്തിമ തെഹ്ലിയ വിശദീകരണം നൽകുമോ? സെതു, ഫാത്തിമ തെഹ്ലിയ ഇന്ന് വിശദീകരണം നൽകും എന്നുള്ളതാണ്. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് UDF നൽകിയത് അവർക്കെതിരെ, ഫാത്തിമ തെഹ്ലിയക്കെതിരെ തെറ്റായ പ്രചരണം മൈക്ക് അനൗൺസ്മെന്റിലൂടെ നടത്തുന്നു എന്നുള്ളതാണ്. ഫാത്തിമ തെഹ്ലിയ മതം പറഞ്ഞ്, സമുദായം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്നുള്ളതായിരുന്നു മൈക്ക് അനൗൺസ്മെന്റ്. അത് തെറ്റായ പ്രചരണമാണ്. തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം LDF സ്ഥാനാർത്ഥി ലംഘിച്ചു, അതിന് നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പരാതി നൽകിയിട്ടത്. അതിലിപ്പോൾ TP രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വരണാധികാരിക്ക്, റിട്ടേണിംഗ് ഓഫീസർക്ക് മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിലുള്ള പെരുമാറ്റച്ചട്ടവും ലംഘിച്ചിട്ടില്ല. ഈ പരാതി അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് TPയുടെ വിശദീകരണം. ഇതേ സമയം ഫാത്തിമ തെഹ്ലിയക്കെതിരെ, UDF സ്ഥാനാർത്ഥിക്കെതിരെ LDFും പരാതി നൽകിയിട്ടുണ്ട്. അവർ വീടുകളിൽ, അവരുടെ പ്രവർത്തകർ വീടുകളിൽ കയറി മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് LDFിന്റെ പരാതി. ആ പരാതിയിൽ ഇന്ന് വിശദീകരണം നൽകും എന്നുള്ളതാണ് ഫാത്തിമ തെഹ്ലിയും വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, പ്രസാദ് ഉറുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.